ഹലോ, വെൽക്കം ബാക്ക് ടു വൃന്ദാസ്. അപ്പോൾ ഇന്ന് ഒരു സങ്കടവും ചെറിയൊരു വിഷമവും എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ഉള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇന്ന് ഏട്ടൻ തിരിച്ചു പോവുകയാണ് 15 ദിവസത്തെ ലീവിന് ശേഷം. അപ്പം മനസ്സിൽ ചെറിയൊരു അങ്കലാപ്പൊക്കെ ഉണ്ട്. ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവും ഇവിടെ. എന്തായാലും കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ നിൽക്കണമല്ലോ. അതിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഫറൂഖിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ പിരിഞ്ഞിരിക്കുകയാണ് ഇത്രയും ദിവസം. 2-3 വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു, പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ പാടെ ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ്. ഇപ്പോൾ ഏട്ടന് പോകുമ്പോൾ ചോറും കറിയൊക്കെ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് നിൽക്കാതെ ഫുഡ് ഉണ്ടാക്കാൻ, ചോറും കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ചെയ്തത് ആദ്യം. അപ്പോൾ രാവിലെ തന്നെ ലൈറ്റായിട്ടൊരു ചായ കുടിച്ചു, പിന്നെ ഒരു പഴം കഴിക്കുകയാണ് ചെയ്തത്. ഏട്ടൻ സാധാരണ പോലെ തന്നെ ഹെൽത്തി ഡ്രിങ്കാണ് കഴിച്ചിട്ടുള്ളത്. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പഴമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് കഴിച്ചു. അപ്പോൾ പിന്നെ എനിക്കായിട്ട് പിന്നെ ഇനി ഇന്ന് ഉണ്ടാക്കേണ്ടത്, നേരത്തെ ചോറും കറിയൊക്കെ ആവണം. ഉച്ചയ്ക്ക് ശേഷം ഒരു 4:45 വണ്ടി, ഒരു 3-3:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഭക്ഷണമൊക്കെ കഴിക്കണം, കുറച്ച് നേരം കിടക്കണം, ഫുഡ് പൊതിയണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഏട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്തിട്ടോ. വലിയ പാക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല, എന്നാലും 1 ലിറ്റർ വെളിച്ചെണ്ണയും പിന്നെന്താ കുറച്ച് ചിപ്സ്, മിക്സ്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഈ നമ്പ്യാർ വട്ടല്ലേ, അത് ഞാൻ ഗോളിയർന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ഞങ്ങളെ ക്വാർട്ടറിൻ്റെ താഴെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മരം പോലെ ആയിട്ട് ഇങ്ങനെ ഇതുണ്ടായിട്ടുണ്ട്, നമ്പ്യാർ വട്ടം ഉണ്ടായിന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണിൽ കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചതാണ്. ചട്ടിയിലാണ് പിടിപ്പിച്ചത് കേട്ടോ. കൊമ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഫറൂഖിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പൂവൊക്കെ ഇട്ടെന്ന് അന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇവിടെ പിന്നെ നോക്കാനാളില്ലാത്തതുകൊണ്ട് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് ചട്ടിയിൽ പിടിപ്പിച്ചതുകൊണ്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം, ഈ ജൂണിൽ ഞങ്ങൾ വരുമ്പം. കളിയാട്ടത്തിന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ് ചട്ടിയിൽ നിന്ന് അതൊന്ന് മാറ്റണം, ചെടികൾ കുഴിച്ചിടാൻ വേണമെന്നാണ്. പിന്നെ ഇത് വലിയ മരമാവണം, കുറച്ച് വലിപ്പം വെക്കുമല്ലോ, അപ്പോൾ പിന്നെ ചട്ടി പൊട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മണ്ണിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതങ്ങനെ മണ്ണിൽ പിടിച്ചിട്ടുണ്ട്. ഇനി എന്താവും എന്നറിയില്ല ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ. പിന്നെ 2 ദിവസം മുന്നേ ഞങ്ങൾ നിലമ്പൂർ പോയപ്പോൾ അവിടുന്ന് മേമ മത്തൻ്റെ ഇല തന്നിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് അന്ന് ഉപ്പേരിക്ക് തന്നപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും മത്തൻ്റെ ഇല. അപ്പോൾ മത്തൻ്റെ ഇലയാണ് ഇന്ന് ഉപ്പേരിക്ക്. ഏട്ടനും പറഞ്ഞു ഇന്ന് മത്തൻ്റെ ഇല മതിയെന്ന്. കോവയ്ക്കും മേമ തന്നിട്ടുണ്ടായിരുന്നേ, പക്ഷേ കോവക്ക പറഞ്ഞു അതിനെക്കാട്ടി നല്ല മത്തൻ്റെ ഇലയാണ്, ഇലയല്ലേ, അപ്പോൾ കൊണ്ടുപോകാനും അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഇത്തിരി സാമ്പാർ ഉണ്ടാക്കാം, എനിക്ക് പിന്നെ നാളത്തേക്ക് അത് കൂട്ടാമല്ലോ. പിന്നെ ഏട്ടന് സാമ്പാറാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. പോരാത്തതിന് ട്രെയിനിലൊക്കെ പോകുമ്പം കേട് വരാതിരിക്കാനും സാമ്പാർ നല്ലതാണ്. ഞങ്ങൾ അവിടുന്ന് വരുമ്പം മോരുകറി ഉണ്ടാക്കാറുള്ളത് കേട്ടോ, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് 2 നേരത്തേക്ക് ഉണ്ടാക്കും, ഉച്ചകലത്തേക്കും രാത്രിയിലത്തേക്കും മോരുകറി ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏട്ടനിപ്പോൾ ഇത് രാത്രിയിലത്തേക്ക് ഒരു നേരത്തേക്ക് മതി. അപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നത് പണ്ട് ചട്ടിയിലൊക്കെ വെച്ചിട്ട് അടുപ്പത്തൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ടീച്ചർമാരൊക്കെ ഇങ്ങനെ രാവിലെ സാമ്പാർ തേങ്ങ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത്ര രാവിലെ ഇതെങ്ങനെ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് വെന്ത് വരുമ്പോഴേക്കെന്ന് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത്. പണ്ട് കേട്ടോ, ഒരു 10-12 കൊല്ലം മുന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. പരിപ്പ് ആദ്യം കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ പരിപ്പിൻ്റെ കൂടെ വേവുള്ള കഷ്ണങ്ങളിടുക. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, അങ്ങനെ എന്തൊക്കെയാണ് വേവുള്ള കഷ്ണങ്ങൾ വെച്ചാൽ അത് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും കായം മഞ്ഞൾപ്പൊടിയൊക്കെ പൊടികളൊക്കെ ഇടുക അതിൻ്റെ കൂടെ. പിന്നെ വെണ്ടക്ക, തക്കാളി, അതിൻ്റെ കൂടെ പുളി പിഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടുങ്ങാണ്ട് ഒരു വിസിലിടുക. ആദ്യത്തേന് 2 വിസിലിടുക, ഒന്ന് വേവാനുള്ളതുകൊണ്ട്. പിന്നെ ഇതിന് 1 വിസിലിടുക, വെണ്ടയ്ക്കയ്ക്ക് 1 വിസിലിടുക. എന്നിട്ട് പിന്നെ തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയാവും തന്നെ. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ കുക്കറിലാണ് സാമ്പാർ വയ്ക്കുന്നത്. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന, സ്കൂളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള മാമാണ് അത് പറഞ്ഞു തന്നിരുന്നത്. ഇങ്ങനെ നമ്മൾ ജീവിതാവസാനം വരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കില്ലേ. അതെന്നും നമ്മൾ ഓർമ്മയിലുണ്ടാവും, നമ്മളെപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കും. കറക്റ്റല്ലേ പറഞ്ഞത്? അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പത്തൊന്നും പിടിപ്പിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് ഫുള്ള് ഗ്യാസുമ്മലാണ് ഉണ്ടാക്കിയത്. വെള്ളമൊക്കെ ഇന്നലെ തന്നെ ഞാൻ തിളപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് കൊണ്ടുപോകാനുള്ളത് 2 ബോട്ടിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറും കറിയും ഉപ്പേരിയും ആണ് കാര്യമായിട്ട് ഉണ്ടാക്കുള്ളത്. പിന്നെ പപ്പടം അമ്മ പിന്നെ ഒരു 3-4 കൊണ്ടാട്ടമുളക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ, നമ്മൾ വീട്ടിൽ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 3-4 മുളകുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇന്ന് ഫുള്ള് ഗ്യാസുമ്മലാണ്. അപ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. എന്നാൽ പിന്നെ ഏട്ടൻ്റെ കൂടെ കുറേ നേരം എനിക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ അതും പോരാത്തതിന് പോകുമ്പോൾ എനിക്കും കൂടെ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ വേണ്ടി ഞാനും കൂടെ പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും നേരം ഇങ്ങനെ എനിക്ക് വല്ലാത്തൊരു ഫീലാവും അത് കൂടെ പോയില്ലെങ്കിൽ. പണ്ട് മുതലേ ഏട്ടൻ പോകുമ്പോൾ ഞാൻ കൂടെ പോവാറുണ്ട് സ്റ്റേഷനിൽ. ഏട്ടനെ യാത്രയാക്കാൻ ഞാൻ എപ്പോഴും പോവാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോകണം. പക്ഷെ ഇപ്പോൾ രണ്ടാൾക്കും ഒറ്റയ്ക്കാണ് പോകണമെന്നുള്ളൊരു തോന്നലൊന്നുമില്ല കേട്ടോ. ഞാനും കൂടെ പോകണ്ടെന്നുള്ള ചിന്തയാണ് എനിക്കും. ഏട്ടനും അതേപോലെ തന്നെ. അപ്പോൾ ആ ഒരു ഫീലൊന്നുമില്ല. ഇനി സ്റ്റേഷനിൽ പോകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ മെയ് മാസത്തിലൊക്കെ ജൂണിലാണ് കേട്ടോ ഗോളിയറിൽ ഭയങ്കര എക്സ്ട്രീം ചൂടുള്ളത്. 46 ഡിഗ്രി വരെയൊക്കെ പോകും ചൂട്. അപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിലൊക്കെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷനും BP ലോ ആവലും ഭയങ്കര പ്രയാസമായിപ്പോയി, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതിയേനെ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലീവിന് 1 മാസത്തെ ലീവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാങ്ഷൻ ആയത് 15 ദിവസത്തെ ലീവാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ചൂടിലേക്ക് തന്നെയല്ലേ പോണത്, അപ്പോൾ വരണ്ടായി അവിടെ നിന്നോ, ഞാൻ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വരാം, ലീവ് എടുത്തിട്ട് വരാം, അപ്പോൾ അതുവരെ നീ നാട്ടിൽ തന്നെ നിന്നോന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു നിൽക്കലാണ് ഇപ്പോൾ. ഇത് ഇങ്ങനെ നിന്നിട്ടില്ല ഇതുവരെ. ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ പോക്കും വരവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകും. അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. രാത്രി അമ്മ വരും എന്നാണ് പറഞ്ഞത്, കിടക്കാൻ വേണ്ടിയിട്ട്, പേടിക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്ത് തന്നെയാണ് അനിയൻ്റെ വീടുള്ളത്, ഹസ്ബൻഡ് അനിയൻ്റെ വീടുള്ളത്. അവിടെ അനിയനും ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. അമ്മ അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ ഇല്ലല്ലോ, അപ്പോൾ അമ്മ അവരെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ രാത്രി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കുറച്ച് കാലം ഞാൻ അങ്ങനെ നിന്നുണ്ടായിരുന്നു. കുറച്ച് അവർ വേറെ താമസിച്ചപ്പോൾ ഒരു 6 മാസം ഞാൻ അങ്ങനെ നിന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അന്നും അമ്മ ഇതേപോലെ രാത്രി പേടിക്ക് വരാനുണ്ടായിരുന്നേ. പിന്നെ ആണ് ഏട്ടൻ്റെ കൂടെ ഞാൻ ഗോളിയറിലേക്ക് പോയത് ക്വാർട്ടേഴ്സ് കിട്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഏത് സാഹചര്യത്തോടും നമ്മൾ പൊരുത്തപ്പെടണം. നമ്മൾ എന്തൊക്കെ സിറ്റുവേഷനാണ് നമ്മുടെ ലൈഫിൽ വരിക എന്നൊന്നും നമുക്ക് പറയാൻ അറിയില്ലല്ലോ. ദൈവം എന്തൊക്കെയാണ്, ആളെന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ വിചാരിക്കണ പോലെ, നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും ആവില്ല കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യത്തെയും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. എന്താ പറയുക, ഇപ്പോൾ ഇനി ഒറ്റയ്ക്ക് കിടക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അതും ചെയ്തേ പറ്റുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എൻ്റെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ പിന്നെ പോകാനാകുമ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ് ഉറക്കവും റെസ്റ്റും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അത് മുഴുവൻ ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ കേട്ടോ ആൾ. പിന്നെ അനിയൻ്റെ വണ്ടി ഞങ്ങളെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ കാത്തുന്നില്ല. 10:30 ആകുമ്പോഴേക്കും 11 മണി ആകുമ്പോഴേക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ഭക്ഷണം കഴിക്കാൻ കാത്തിക്കാതെ അവൻ വണ്ടി എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ. പക്ഷേ ഏട്ടൻ വേറെ ഓട്ടോ ഏൽപ്പിച്ചത് കൊണ്ട് പിന്നെ മോശമല്ല അവരോട് വരണ്ടാന്ന് പറയണത് ഓട്ടോക്കാരനോട്. അപ്പോൾ പിന്നെ അവൻ പോവുകയാണ് ചെയ്തത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് പാക്ക് ചെയ്തത്. മീനൊന്നും കാര്യമായിട്ടില്ലായിരുന്നു കേട്ടോ. മീനൊന്നും കിട്ടാനും തുടങ്ങിയിട്ടില്ല. ട്രോളിങ് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മീനൊക്കെ നല്ല വില കിട്ടാനും ഇല്ലാത്ത അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സാധാരണ മീൻ വറുത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം ചോറും കറിയും ഉപ്പേരിയും പപ്പടും അത്രേ കൊണ്ടുപോകാണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പോയിട്ട് കറിയൊക്കെ പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. പപ്പടം കവറിലാക്കി വെക്കുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ അടിച്ചു വരാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്, തുടയ്ക്കണമെന്നില്ല, നാളെ തുടച്ചാൽ മതി. ഒന്നരാട് ഞാൻ തുടയ്ക്കാറുള്ളൂ. പിന്നെ ഇന്ന് പോകും കൂടെ ആയതുകൊണ്ട് പിന്നെ ടൈമില്ല. പിന്നെ ഏട്ടൻ കിടന്നത് ഇപ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ടാകും. 2:45 ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഞാനും കൂടെ പോകണ്ടല്ലോ സ്റ്റേഷനിലേക്ക്. പരപ്പനങ്ങാടിയിൽ നിന്നാണ് ട്രെയിന്. 4:45 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. രാവിലെ മുതലേ അത്യാവശ്യം മഴ പെയ്യണ്ടായിരുന്നേ. അപ്പോൾ തിരുമ്പിയതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ട് അടുക്കളപ്പുറത്ത് ഷീറ്റിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് മാറ്റിയിടാണ്ട് പോകുമ്പോഴേക്കും മഴ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ചോറും കറിയും പപ്പടം പിന്നെ വെള്ളം ഇതൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. ആകെ 2 ബാഗേ ഉള്ളൂ കൊണ്ടുപോകാൻ. ആ ട്രോളി ബാഗിലൊന്നുമില്ല. എന്നാലും ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഓഫീസിലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചിപ്സ് മിക്സ്ചർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. ചിപ്സും മിക്സ്ചറൊന്നും ഏട്ടന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ കൊണ്ടുപോകുന്നത്. കൂടെ വർക്ക് ചെയ്യുന്ന സാറുമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളെ കേരളത്തിലെ മിക്സ്ചർ. ചിപ്സ് പിന്നെ അവിടെ പിന്നെയും കിട്ടും, മിക്സ്ചർ കിട്ടൂല കേട്ടോ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു 2:45 ആയപ്പോഴേക്കും നമ്മളെ അയൽവാസിയാണ് മുനീർ, അവൻ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ ആയിട്ട്. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഈ നിമിഷം മുതൽ വണ്ടി കയറിയത് മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടുന്ന പോലെയൊക്കെ ആയിരുന്നേ.
പരപ്പനങ്ങാടി സ്റ്റേഷൻ ആകെ മാറിയിട്ടോ, നല്ല ഭംഗിയാക്കി, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. മുനീർ പറയണേ ഇതിങ്ങനെയല്ല, ഞാൻ കണ്ട പരപ്പനങ്ങാടി ഇങ്ങനെയല്ല, ഇതിൻ്റെ പരപ്പനങ്ങാടി അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം എന്തായാലും സ്റ്റേഷനിൽ ഇരിക്കണമല്ലോ. ഞങ്ങൾ ഒരു 3:45 ആകുമ്പോഴേക്കും, 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും പരപ്പനങ്ങാടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 4:45 വരെ 3/4 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ 4:45 ആയപ്പം 4:45 കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വണ്ടി തോന്നുന്നുണ്ട്. പിന്നെ വണ്ടി വന്നു. അപ്പോഴേക്കും എനിക്കാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി ഞാൻ. പക്ഷേ ഇപ്പോഴും ഏട്ടൻ്റെ എൻ്റെയൊക്കെ വിചാരം എന്താ പറയുക, ഞാനും പോകുന്നുണ്ട്, കൂടെ ഒരുമിച്ച് പോവുകയാണെന്നുള്ള ആ ഒരു ചിന്തയിലാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക, ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ ഏട്ടൻ ആ ബാഗും കൈ പിടിച്ച്, ബാഗ് ഞാനാ തോളിലിട്ടത്, ആൾ കയറി എന്നോട് കയറിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായി പോയിട്ടോ. പിന്നെ ആ ഒരു സമയത്ത് വണ്ടി പോയപ്പോൾ ഭയങ്കര ഒരു ഫീലായിപ്പോയത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമായിരുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല തിരിച്ചു പോകണത് വീട്ടിലേക്ക്. 4:45 വരെ ഓട്ടോ വെയിറ്റ് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ബസ്സും ജീപ്പൊക്കെ മാറി കയറി വന്നപ്പോഴേക്കും 6 മണിയായി വീട്ടിലെത്തുമ്പോൾ. പിന്നെ വന്ന് മേല് കഴുകി, മുറ്റടിക്കാനും പരിപാടിക്കൊന്നും നിന്നിട്ടില്ല, വന്ന് മേല് കഴുകി വിളക്ക് വെക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.